നിങ്ങളിപ്പോൾ ഈ വണ്ടി ഇവിടെ പാർക്ക് ഇത് റോങ് സൈഡല്ലേ പാർക്ക് ചെയ്തേക്കണം. അങ്ങനെയാണ് നിയമവശം നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഈ വെള്ളവരുടെ അപ്പുറമല്ലേ വണ്ടി ഇടണ്ടേ. നിങ്ങൾ ഇവിടെ ഇട്ടേക്കണേ, എവിടെ ഇട്ടേക്കണേ വണ്ടി ഇട്ടേക്കണേ. പിന്നെ ഇത് വണ്ടി നിർത്തിയിട്ടേക്കുമ്പോൾ പാർക്കിംഗ് എന്നല്ലേ പറയണേ. സാറേ ഇങ്ങനെ ചെയ്യണ മോശം. ഇതിപ്പോ ഒത്തിരി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക ചെയ്യുന്നത്. അതാട്ടോ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക ചെയ്യണം. ഹെൽമറ്റ് വെക്കാത്തവൻ ശരിയാണ്, സമ്മതിച്ചു. അപ്പൊ നിങ്ങൾ ഒളിഞ്ഞിരുന്നാണ് ഫോട്ടോ എടുക്കുന്നത്. അവരെ വണ്ടി തടഞ്ഞു നിർത്തി നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ വേണമെങ്കിൽ. റീച്ചിന് വേണ്ടിയിട്ടല്ല, ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞേ. കാരണം നിങ്ങൾക്ക് തടഞ്ഞൊരു കൗൺസിലിംഗ് കൊടുക്കാം. ആ കൗൺസിലിംഗ് കൊടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്യണ തെറ്റാണ് എന്ന് പറയാം. ഇപ്പൊ എല്ലാവരും നിങ്ങൾക്കാണ് ശിക്ഷിക്കാൻ പറ്റും. അങ്ങനെയാണ് എന്തോരം ആൾക്കാർ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അത് തടഞ്ഞു നിർത്തി നിങ്ങളൊരു ബോധവൽക്കരണം കൊടുക്കുമ്പോഴല്ലേ അത്, അല്ലാണ്ട് ഒളിഞ്ഞിരുന്ന് ചെയ്യുമല്ല ചെയ്യണ്ടേ. അല്ല, അത് കൗൺസിലിംഗിന്റെ കാര്യം. അങ്ങനെയാണ് സാറ് തെറ്റ് ചെയ്യണവരെ എല്ലാം ഇതുപോലെ ഫോട്ടോ എടുത്താൽ പോരെ. സാർക്ക് അത് ഒളിക്യാമറ വെച്ചാൽ പോരെ. അങ്ങനെയാണെങ്കിൽ തെറ്റാ, സാറ് ചെയ്യണ തെറ്റാ. അത് ഞാൻ കാണിച്ചു കൊടുക്കും. അതെന്നാലും ചെയ്യും. എന്നോട് പറയാനുള്ളത് പറഞ്ഞു, ഇത്ര പേര് പറയാനുള്ളൂ. ഹൈവേ പോലീസ് കാണിക്കുന്ന പരിപാടിയാണിത്. കൂത്താട്ടുകുളത്ത് ഈ റോഡിൽ വെച്ചിട്ട് അവരവരുടെ ഒഫീഷ്യൽ വാഹനത്തിനുള്ളിൽ ഇരുന്നിട്ട് ക്യാമറ